ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിലവിൽ യു.എയിൽ ഒരുപാട് വേക്കൻസികൾ യു.എയിലെ ഗവൺമെൻറ് സെക്ടറിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ യു.എയിൽ നിലവിൽ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ബന്ധത്തിലൊക്കെ ഉള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഫ്രഷേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ്. ആ ഒരു വേക്കൻസിയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ടൈമിൽ ലാഗ് അടിപ്പിക്കാണ്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ജോബ് ഇൻഫർമേഷൻസ് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് rivainkerala.com എന്ന് സെർച്ച് ചെയ്യാം. ആ സമയത്ത് നമ്മളുടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. അതിലൊരുപാട് വേക്കൻസികൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത പോലെ കാണാനും പറ്റും. അപ്പോൾ ഈ വേക്കൻസികളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു യു.എയിലേക്ക് 2026 വന്നിരിക്കുന്ന ഗവൺമെൻറ് വേക്കൻസികൾ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വേക്കൻസി സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വേക്കൻസി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു പേജ് വരും. ആ ഒരു പേജിൽ കാണിക്കുന്നുണ്ടാവുക ഈ വേക്കൻസികളിലെ എല്ലാ ഡീറ്റെയിൽസും വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ വേർഡ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു പേജായിരിക്കും ആ കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജിലേക്ക് ഡയറക്റ്റ് എത്തിയാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഡയറക്റ്റ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ജോബ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഈ ഒരു പേജിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ മേലെ ഒരു ബ്രീഫ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതുതന്നെ ആ ഒരു ബ്രീഫിൽ കൊടുത്തിട്ടുണ്ടാവുക. അതായത് ഗവൺമെൻറ് ജോബിനെ കുറിച്ച്, യു.എയിലെ ഗവൺമെൻറ് ജോബിനെ കുറിച്ചിട്ട് ബ്രീഫായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കുക. ഈ നെക്സ്റ്റ് ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈ ദുബായ് ഗവൺമെൻറ് ജോബ്സ് ആർ ഹൈലി പ്രിഫേർഡ് ഇൻ 2026. അപ്പോൾ ആ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഈ മേലത്തെ ബ്രീഫ് പോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത് പ്രിഫർ ചെയ്യണമെന്നാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഹെഡിങ്ങും കീ ബെനിഫിറ്റ്സ് ഓഫ് ദുബായ് ഗവൺമെൻറ് ജോബ് എന്ന് കൊടുത്തിട്ടുള്ളതും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ദുബായ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഹയറിങ് നടത്തുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ അവിടെ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെ ഓരോന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഹെഡിങ് വരുന്നത് ലേറ്റസ്റ്റ് ദുബായ് ഗവൺമെൻറ് ജോബ്സ് വേക്കൻസീസാണ് 2026 അതിൽ കറണ്ട് അവൈലബിൾ ജോബ് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏത് വേക്കൻസിയാണ് ആപ്റ്റായെന്ന് അറിയാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്ന വേക്കൻസികൾ തന്നെയാണ്. അപ്പോൾ ഒന്നും കോംപ്ലിക്കേഷൻ അതിൽ കാണുന്നില്ല. അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണാൻ പറ്റുക ആർക്കൊക്കെയാണ് ഈ ഒരു വേക്കൻസികളിലേക്ക്, അതായത് ആർക്കൊക്കെയാണ് ഈ വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യത ഉള്ളതെന്നാണ്. അതിപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എലിജിബിൾ അപ്ലിക്കൻസ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ യു.എ റെസിഡൻസും അതുപോലെ വിദേശികൾക്കും എക്സ്പെറൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. വിദേശികൾക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിസിറ്റിംഗ് വിസ ഹോൾഡേഴ്സ് അപ്ലൈ ചെയ്യാം, പ്രൊഫഷണൽസിന് അപ്ലൈ ചെയ്യാം ജോബ് നോക്കുന്നത്. അതുപോലെ ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാം, അതായത് എൻട്രി ലെവൽ ജോബിലേക്കാണ് ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് നോക്കുന്നത്. അതുപോലെ എക്സ്പീരിയൻസ് പ്രൊഫഷണൽസിന് ജോബ് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം. അതുപോലെ എഞ്ചിനീയേഴ്സ് IT എക്സ്പേർട്സിനൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ ഹെൽത്ത് കെയർ എമർജൻസി സർവീസിനൊക്കെ അപ്ലൈ ചെയ്യാം. അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പോയിൻ്റായി കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഹെഡിങ് സാലറി സ്ട്രക്ചർ ആൻഡ് ബെനിഫിറ്റുകളാണ്. അത് നമ്മൾ ഓരോ ജോബിനും വേരിയൻ്റ് അല്ലെങ്കിൽ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മന്ത്ലി സാലറി ബേസ്ഡ് റോൾസ് ആൻഡ് എക്സ്പീരിയൻസ് എന്നുള്ളത്. പിന്നെ ആനുവൽ പെയ്ഡ് ലീവ്സ് ഉണ്ടാവും. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ എൻഡ് ടു എൻഡ് സർവീസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് അവിടെയും കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു ഭാഗമാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഭാഗമാണ്. പിന്നെ അതുപോലെ സീറോ ഫീസ് ആൻഡ് സ്കാം ഫ്രീ ഗവൺമെൻറ് ഹയറിംഗ് ആണ്. അത് മെയിൻ ഹെഡിങ് ആണ്. നിങ്ങളൊരു വേക്കൻസിക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക, സ്കാം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കവിടെ അത് പ്രത്യേകിച്ച് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഹൗ ടു അപ്ലൈ ഫോർ ദുബായ് ഗവൺമെൻറ് ജോബ്സ് 2026 എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ കാണുന്ന ഞാൻ ഈ മേലേക്ക് സ്ക്രോൾ ചെയ്ത് കാണിച്ച ഈ ആഡുകളുണ്ട്, കുറേ നീല ലെറ്ററിൽ ചെയ്തിട്ടുള്ളത്. അതിലൊന്നും ക്ലിക്ക് ചെയ്തത് അതൊക്കെ ആഡുകളാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പേജിലേക്ക് എത്തും. നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കാണാൻ പറ്റും ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് അപ്ലൈ നൗവിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും റെഡ് കളറിലായിട്ട്. ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹയറിങ് നടത്തുന്ന ടീമിൻ്റെ അവസാന പേജിൽ, അതായത് അവർ കുറേ ലാൻഡിങ് പേജായിട്ട് കൊടുത്തിട്ടുണ്ടാകും, അതിൽ ഏറ്റവും ലാസ്റ്റ് പേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസികൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ സ്പെഷ്യലായിട്ട്
ലോഗോ വെച്ചിട്ട് തന്നെ കാണാൻ പറ്റും. അതിൽ ഞാൻ ജസ്റ്റ് അതിലൊരു വേക്കൻസി എടുത്തിട്ട് അപ്ലൈ ചെയ്ത് ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹെഡ് ഓഫ് പീപ്പിൾ ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞൊരു വേക്കൻസി ഇല്ല, അത് അപ്ലൈ ചെയ്താൽ അത് ക്ലിക്ക് ചെയ്തു അതിൻ്റെ അപ്ലൈ ബട്ടണിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ കാണിക്കുന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആളാണ്. ഈ ഒരു പേജിൽ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി, ലോഗിൻ ആവും. അതിൽ നിന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫോർഗെറ്റ് പാസ്വേഡ് ഫോർഗോട്ട് ഇമെയിൽ ഐ ഡി എന്നൊക്കെ കൊടുത്തിട്ടില്ലേ, അവിടുന്ന് നിങ്ങൾക്ക് അത് ഫോർഗോട്ട് അടിച്ച് റീസെറ്റ് ചെയ്യാനും പറ്റും. അതല്ലെങ്കിൽ ന്യൂ യൂസർ ആണെങ്കിൽ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നെക്സ്റ്റ് പേജ് വരും. ആ പ്രൈവസി അഗ്രിമെൻ്റൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനൊരു കോളം വരും. നിങ്ങൾക്ക് അവിടെ ഇമെയിൽ ഐ ഡി പാസ്വേഡും വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആ രജിസ്റ്റർ ചെയ്ത് ഇമെയിൽ ഐ ഡി പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി വെച്ചിട്ടൊന്നും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്ര കാര്യമുള്ളൂ, വളരെ സിമ്പിളാണ്.